അനിമോളെ, ഇച്ചാനിപ്പോ പറഞ്ഞതൊന്നും മോള് കേട്ടിട്ടേയില്ല. ഗായത്രി, കമോൺ സണ്ണി, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ബെന്നി ആ സമയത്ത് അവിടെ എങ്ങനെ എത്തപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. പോട്ടെ, ബെന്നി എങ്ങനെ എത്തിയെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവിടെ എങ്ങനെ എത്തപ്പെട്ടതെന്ന് പറഞ്ഞാലും മതി. എന്താ മിസ്റ്റർ, അതിന് മറിയില്ല എന്ന പതിവ് മറുപടി പറയാനാണോ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ മാഡം, ബെന്നിക്ക് ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. ഓക്കെ, എഗ്രീഡ്. ബെന്നിക്ക് അപകടം പറ്റിയതറിഞ്ഞ് നിമിഷങ്ങൾക്കകം നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? എന്താ ആലോചിച്ച് കള്ളം പറയാനാണ് പ്ലാനെങ്കിൽ ആ ശ്രമം വിജയിക്കില്ല മിസ്റ്റർ. മുമ്പ് ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങളൊരു സുഹൃത്തിനെ കാണാൻ ചർച്ച് റോഡിൽ നിൽക്കുന്നു എന്നാണ്. പക്ഷേ ആ സമയത്ത് ട്രാഫിക്കും മറ്റു തിരക്കുകളും വെച്ച് നോക്കുമ്പോ ബെന്നി കിടന്ന സ്പോട്ടിൽ എത്താൻ ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് സംഭവം നടന്ന 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ സ്പോട്ടിലെത്തി. തീർത്തും അസാധ്യമായൊരു കാര്യം. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. എങ്ങനെ? സത്യം പറ സണ്ണി, നിങ്ങൾ ഒന്നുകിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്തുണ്ടായിരുന്നില്ലേ? മാഡം, അത് എൻ്റെ ഒരു സുഹൃത്താണ് ബെന്നിയുടെ കാര്യം എന്നെ വിളിച്ചറിയിച്ചത്. കേട്ട ഉടനെ ഞാൻ വേഗത്തിൽ അവിടെ എത്തുകയായിരുന്നു. എന്താ സുഹൃത്തിന്റെ പേര്? മോഹൻ. അയാൾ എങ്ങനെയാണ് ഇതറിഞ്ഞത്? അത് ചോദിച്ചില്ലേ? മോഹൻ ബൈക്കിൽ അതുവഴി പോകുമ്പോൾ... നോ, കള്ളമാണ് സണ്ണി ഇപ്പൊ പറയുന്നത്. കാരണം ബെന്നി മരിച്ചു കിടന്ന സ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മെയിൻ റോഡിന് അടുത്തല്ലാത്ത ആ സ്ഥലത്തുകൂടി താങ്കളുടെ സുഹൃത്ത് ആ സമയത്ത് എന്തിനു പോണം? സണ്ണിയും നിങ്ങളുടെ അനിയനും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ലായിരുന്നു അല്ലേ? ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാഡം. പക്ഷേ അങ്ങനെ അല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. തന്റെ അപ്പച്ചൻ പൗലോസ് മുതലാളി സ്വത്ത് മറ്റു 2 മക്കൾക്കുമായി ഭാഗം വെച്ച് കൊടുത്തുവെന്നും അതിന്റെ പേരിൽ നിങ്ങൾ മക്കൾ തമ്മിൽ തല്ലും വഴക്കം ഉണ്ടായെന്നൊക്കെയാണല്ലോ കേട്ടത്. ഇല്ല മാഡം, അങ്ങനൊരു ഇഷ്യൂ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിവാഹിതനാണോ? അല്ല മാഡം. പിന്നെ തന്റെ ഒപ്പം ഒരു സ്ത്രീ അവിടെ താമസം ഉണ്ടായിരുന്നല്ലോ, ഗായത്രി. അവരുമായി എങ്ങനെയാ തനിക്ക് ബന്ധം? പറയണം, എങ്ങനെയാ നിങ്ങൾക്ക് അവരുമായി പരിചയം? അത് ഗായത്രിക്ക് കുറച്ചുനാൾ എൻ്റെ സംരക്ഷണം ആവശ്യമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കൂട്ടിയത് അതുകൊണ്ടാ. എന്നിട്ട് ആ സ്ത്രീ ഇപ്പൊ എവിടെയുണ്ട്? അറിയില്ല മാഡം. അതെന്താ? അത് ഗായത്രി അവളുടെ ആന്റി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നിങ്ങൾ അവരെ കണ്ടിട്ടേ ഇല്ല? ഇല്ല. നോ, നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഗായത്രി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെയും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ബെന്നി അവിടെ എത്തിയതും നിങ്ങളെ തടഞ്ഞതും പിന്നെ അതൊരു കയ്യാങ്കളിയുടെ വക്കിലെത്തിയതും. ആ സംഘർഷത്തിൽ നിങ്ങളുടെ കൈകൊണ്ട് ബെന്നി കൊല്ലപ്പെടുകയായിരുന്നു. അതല്ലേ സംഭവിച്ചത്? അല്ല, അതല്ല സംഭവിച്ചത്. വിവരം പറഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ബെന്നി മരിച്ചിരുന്നു. എങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറയണം മിസ്റ്റർ. കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി വേണം മറുപടി പറയാൻ. സർ, ഉണ്ട് സർ. അയാൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് സർ. ഇല്ല സർ, ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ടില്ല.
ശരി സർ. ഓക്കെ സർ, ഞാൻ വരാം. കമോൺ ജോൺ, ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. ഞാൻ വരുമ്പോഴേക്കും കൃത്യമായ മറുപടി കിട്ടിയിരിക്കണം. യെസ് മാഡം. ഡോ, അവരാള് പെശക. എന്താ സത്യമെന്ന് മര്യാദയ്ക്ക് തുറന്നു പറയുന്നതാ നല്ലത്. പറ്റില്ല, അത് പാടില്ല. ഞാൻ അയാളെ കൊന്നത്. അതിന് സണ്ണിച്ചേട്ടനെ എന്തിനു അറസ്റ്റ് ചെയ്യണം? അത് പറ്റില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അജോ, ഞാൻ കുറ്റം ഏറ്റോളാം. എന്ത് വില കൊടുത്തും സണ്ണിച്ചേട്ടനെ നമുക്ക് രക്ഷിക്കണം. ഞാനാ അത് ചെയ്തത്. ഗായത്രി, നീ ബഹളുണ്ടാകാതിരിക്കെ. സണ്ണിച്ചനെ അവരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാണെന്നാ സുരേന്ദ്രൻ ഞങ്ങൾ പറഞ്ഞത്. സണ്ണിച്ചായ നിരപരാധിയാണെന്ന് അറിയുമ്പോൾ അവരയാളെ വിട്ടയക്കും. നീ ഒന്ന് അടങ്ങ്. ചിലപ്പോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സണ്ണിച്ചേട്ടൻ കുറ്റം സ്വയം ഏൽക്കും അജോ. ആ മനുഷ്യൻ അത്രയ്ക്ക് പാവാ. അയാളുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറയുന്നത്. അജോ പ്ലീസ്, അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. ഞാൻ കാരണം നിരപരാധിയായ മനുഷ്യൻ ശിക്ഷിക്കപ്പെടരുത്. ആ അമ്മച്ചി പാവാ. ഞാൻ കാരണം ഒരു മകൻ കൊല്ലപ്പെട്ടു. ഇനി ഒരു മോൻ കൂടി ആ അമ്മച്ചിക്ക് നഷ്ടപ്പെടരുത്. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അജോ. പ്ലീസ്, കുറ്റം ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞില്ലേ? അവരെന്നെ കൊണ്ടുപോയിക്കോട്ടെ. പറയുന്നത് കേക്ക് അജോ. ഗായത്രി, ഇല്ല, നിന്നെ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല. വാ, നീ പേടിക്കാതിരിക്കെ. സണ്ണിച്ചായന് ഒന്നും സംഭവിക്കില്ല. ഗായത്രി, ഇച്ചായ, സണ്ണിച്ചായൻ പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞ മുതല് ഗായത്രി ഇങ്ങനെ ബഹളം കൂട്ടുക. ചേച്ചി പേടിക്കണ്ട, സണ്ണിച്ചായനൊന്നും സംഭവിക്കില്ല. എന്തു വേണമെന്ന് എനിക്കൊരു പിടിയില്ല ജോസൂട്ടി. ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുക്കായിരുന്നു. ഞാനാണത് ചെയ്തതെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കാൻ മതിയായ കാരണങ്ങളുണ്ടല്ലോ. ബെന്നി ഞാനും കാശിന്റെ കാര്യത്തിൽ കശപിശ ഉണ്ടാക്കിയെന്ന് മറ്റോ ഒരു കഥയുണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ തയ്യാറാ. അളിയൻ പറ, ഞാനത് ഏക്കട്ടെ. എന്താ വേണ്ട ജോസൂട്ടി, അതൊന്നും വേണ്ട. ജോസൂട്ടി അത് ഏറ്റെടുത്താലും ആരും അതൊന്നും വിശ്വസിക്കില്ല. അത് മാത്രമല്ല, ഇനി ഒരിക്കലും ജോസൂട്ടി അങ്ങനെ ഒരാളായി അറിയപ്പെടാൻ പാടില്ല. എന്റെ അനിമോൾക്ക് ഇനി നീ മാത്രല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യോളിയാ? രണ്ട് കാര്യങ്ങൾക്ക് ഇനി സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഒരിക്കലും പിടിവീഴില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് മാറുക. കുറ്റം ആരെങ്കിലും ഏൽക്കണം. അങ്കിൾ, ചേച്ചി ഇപ്പൊ എവിടെയാ? അത് പറ, എനിക്കിപ്പൊ എന്റെ ചേച്ചിയെ കാണണം. അവളിപ്പോ അലന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി തന്നെ അവർ സ്ഥലം വിട്ടു. അത് എവിടേക്കാണെന്നാ എനിക്ക് അറിയേണ്ടത്. പ്ലീസ് അങ്കിൾ, ഒന്ന് പറ. അവരിപ്പോ എവിടെയൊക്കെയാ പോയതെന്നും എവിടെ ഉണ്ടാവുന്നെന്നും എനിക്കറിയില്ല മോളെ. എവിടെയായിരുന്നാലും അവരിപ്പോ സുരക്ഷിതരായിട്ടുണ്ടാവും. നീ സമാധാനിക്ക്. എനിക്കാകെ പേടിയാവുക. കൊല്ലപ്പെട്ടത് ബെന്നിച്ചനായതുകൊണ്ട് പൂക്കാടന്റെ ഭാഗത്ത് നിന്ന് എന്ത് തിരിച്ചടി ഉണ്ടാവും? സത്യത്തിൽ എന്താ അങ്കിൾ സംഭവിച്ചത്? ആരാ അയാളെ കൊന്നത്? സണ്ണിച്ചേട്ടനാണത് ചെയ്തെന്നുള്ളത് സത്യമാണോ? എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. പോലീസിന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോല്ലോ അവർ സണ്ണിയെ കസ്റ്റഡിയിലെടുത്തത്.
ചിലപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ അലന്റെയും ഗായത്രിയുടെയും പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. വാക്ക് തർക്കത്തിനിടയിൽ അയാൾക്ക് അറിയാതെ ഒരു കയ്യബദ്ധം പറ്റിയതാവാം, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തായിരിക്കും. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതേപ്പറ്റി നമ്മളായിട്ട് കൂടുതൽ അന്വേഷിക്കാനോ വിവരങ്ങൾ അറിയാനോ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നീയും കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തെങ്ങും പോകണ്ട. അലനെയോ ഗായത്രിയോ പറ്റി ആരെന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയുന്നില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. പുത്തേടത്തുനിന്ന് ചിലപ്പോൾ അംബികയോ വിനയനോ നിന്നെ കാണാൻ വന്നുവന്നിരിക്കും. ഒരു കാരണവശാലും ഒരു ഡീറ്റെയിൽസും നീ അവരോട് പറഞ്ഞേക്കരുത്. ദേ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പോലും നടന്നിട്ടില്ല, മനസ്സിലായല്ലോ? കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയതിൻ്റെ പേരിൽ ആകെ ഹാലിളകി നടക്കുക അവിടെ ഒരുത്തി. ഞാനും പിള്ളേർക്ക് സപ്പോർട്ടായതുകൊണ്ട് അവൾക്കിപ്പോൾ ദേഷ്യം മുഴുവൻ എന്നോടായിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി പോലീസ് എൻക്വയറി വരെ ഉണ്ടായേക്കാം. ആരെന്ത് ചോദിച്ചാലും നിനക്കിതേപ്പറ്റി ഒന്നും അറിയില്ല എന്നേ പറയാവൂ. അവരുടെ കാര്യത്തിൽ നീ ഒന്നിൽ ഇടപെട്ടിട്ടില്ലെന്ന് അവർക്ക് ബോധ്യം വരുമ്പോൾ പിന്നെ ആരും ശല്യത്തിൽ വരില്ല. എന്റെ കാര്യം വിട്ടേക്കും അങ്കിൾ. പക്ഷെ എന്റെ ടെൻഷൻ മുഴുവൻ ചേച്ചിയുടെ കാര്യം ഓർത്താ. ബെന്നിയുടെ കൊലപാതകവും അവരുടെ ഒളിച്ചോട്ടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാ അത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കില്ലേ? എവിടെയാണെങ്കിലും പൂക്കാടനും മോളും അവരെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുമെന്ന് ഉറപ്പാ. മോന്റെ ജീവന് പകരം ആ 2 ജീവൻ എടുത്ത് അയാൾ പകരം വീട്ടും. ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല മോളെ. നീ സമാധാനമായിട്ടിരിക്കേ. സംഭവിക്കും. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പൂക്കാടനും സൈനെ അറിയാവുന്ന കളികൾ മുഴുവൻ കളിക്കുന്നുള്ളത് ഉറപ്പാ. ഒരുപക്ഷെ അയാളുടെ വീട്ടുകാരെ ഉപദ്രവിച്ചാൽ അലൻ മടങ്ങി വരുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ടാവും. അങ്ങനെ സംഭവിച്ച ചേച്ചി അയാള് ബലിയാടാക്കുമെന്ന ഇപ്പൊ എന്റെ പേടി. സൈനയുടെ നല്ല ഭർത്താവായി ഇനിയുള്ള കാലം ജീവിച്ചോളാന്ന് വാക്കുകൊടുത്ത് അയാള് തന്റെയും തന്റെ കുടുംബത്തിന്റെയും കാര്യം സേഫ് ആക്കും. അപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് മുഴുവൻ എന്റെ ചേച്ചിയായിരിക്കും. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനായിരുന്നു അങ്കിളും കൂടി ഇതിന് കൂട്ടുനിന്നത്? ഓരോ നോർത്ത് എന്റെ കണ്ണിൽ ഇരുട്ട് കയറുക. നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എവിടെയായിരുന്നാലും അവർ രണ്ടുപേരും സുരക്ഷിതരായിട്ടുണ്ടാവും. മോളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പൂക്കാടന്റെ ഭാഗത്ത് നിന്ന് ഉടനെ ഒന്നും ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് മാത്രമല്ല, സണ്ണിക്ക് പറ്റിയ ഒരു കൈപ്പിഴയാണിതെന്ന് അയാൾക്ക് അറിയുകയും ചെയ്യാമല്ലോ. ആ ദേഷ്യത്തിനാണല്ലോ അയാൾ മകനെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതും. ആ, ഞാൻ നമ്മുടെ വക്കീലിനോട് സണ്ണിയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാണെന്ന വക്കീലിന് കിട്ടിയ വിവരം. അങ്കിൾ, അമ്മാളോ അലന്റെ വീട്ടിൽ അവൾ ഒട്ടും സേഫ് ആയിരിക്കില്ല. ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നാലോ? വേണ്ട, കുഞ്ഞ് അവരുടെ അടുത്ത് തന്നെ നിന്നോട്ടെ. എല്ലാം ഒന്ന് ശാന്തമാവുന്നവരെ നീ എങ്ങോട്ടും പോണ്ട. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അലന്റെയോ ഗായത്രിയുടെയോ കുഞ്ഞിന്റെയോ കാര്യത്തിലൊന്നും നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഗായത്രി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. അന്വേഷിച്ചെത്തുന്നവരുടെ എല്ലാം നിന്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എന്നാ അങ്കിൾ പോട്ടെ. എന്തെങ്കിലും അറിവ് കിട്ടിയാൽ അങ്കിൾ വിളിക്കാം. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് ജോസഫിന് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ മകനെവിടെ? അവൻ അവിടെ ഇല്ല സർ. വേണ്ട മിസ്റ്റർ, കള്ളം പറഞ്ഞ് ഇവിടെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവനും ആ പെൺകുട്ടിയും ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കുറ്റം ചെയ്യുന്ന പോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റവാളികളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എവിടെ അവര്? വിളിക്ക്. എന്റെ പൊന്നു സാറേ, അവരെ കൊണ്ടുപോവല്ലേ, അവര് നിരപരാധികളാ. രാഹുലേ, എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറിയേക്ക്.
എന്താ മിസ്റ്റർ, ബാംഗ്ലൂർക്ക് 2 എയർ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഞങ്ങളെ മണ്ടന്മാരാക്കി രണ്ടാളെ രഹസ്യമായിട്ട് ഇവിടെ കൂടാന്ന് വിചാരിച്ചു കാണും. ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറയണം, അന്ന് രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? ബെന്നി പൂക്കാടൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ചോദിച്ചു കേട്ടില്ലേ? ഞാനാ അത് ചെയ്തത്. സാർ, സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ ഒഴിവാക്കിക്കൂടെ സാർ? ഞങ്ങളെ കൊണ്ടുപോയിക്കോളൂ. ടേക്ക് ദം. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ. എന്റെ മോനെ കൊണ്ടുപോകണം ഇങ്ങോട്ട്. നിങ്ങളെ അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കാം. വാ, ഇങ്ങോട്ട് നടക്ക്. സാറേ, കൊണ്ടുപോകല്ലേ സാറേ. അങ്ങോട്ട് പറയേ. അയ്യോ സാറേ, സാറേ എന്റെ കേറാ. മോനെ കൊണ്ടുപോകരുത് സാറേ. എന്റെ മോനെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകരുത് വിളിച്ച് സാറേ. എന്താ എന്താ ഇതൊക്കെ? എന്തിനാ എന്റെ ചേച്ചി? ബെന്നി പൂക്കാടനെ കൊന്ന കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേച്ചി, കേറ്. അയ്യോ ചേച്ചി, മോനെ കൊണ്ടുപോകരുത്. അങ്ങോട്ട് പറയേ. അയ്യോ എന്റെ മോനെ, മോനെ. അയ്യോ എന്റെ മോനെ കൊണ്ടുപോകരുത്. അമ്മച്ചി, മോനെ, മോനെ. അയ്യോ അയ്യോ എന്റെ മോനെ, മോനെ. അയ്യോ അമ്മച്ചി, ഇനിയിപ്പോ രണ്ടുപേരും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞ നമ്മുടെ 2 കൂട്ടരുടെയും സമയം മെനക്കെടില്ല. കമോൺ. സത്യത്തിൽ അന്ന് എന്താ അവിടെ സംഭവിച്ചത്? മാഡം ചോദിച്ചു കേട്ടില്ലേ? എന്താ ഉണ്ടായെന്ന് മര്യാദയ്ക്ക് പറയാൻ. 2 പേരിൽ ആരാ അവനെ തട്ടിയത്? എന്താ രണ്ടുപേരും ഇങ്ങനെ കണ്ണും കലാശമൊക്കെ കാണിച്ച്? നേരം കളയാനുള്ള പരിപാടിയാണെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതിയും മട്ടും ഒക്കെ അങ്ങ് മാറും. അതിനൊന്നും അവസരം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ അലൻ നല്ലത്. ബെന്നി എങ്ങനെ അവിടെ എത്തപ്പെട്ടു? അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു? ഈ 2 ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഞാൻ പറയാം മാഡം. ഞാനും ഗായത്രിയും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. വിവരം എങ്ങനെയോ അറിഞ്ഞു ബെന്നി ഞങ്ങളുടെ വഴി തടഞ്ഞു. പക്ഷേ ഞങ്ങൾ അയാൾക്ക് പിടികൊടുക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. എന്നിട്ട് ബെന്നി ഞങ്ങളെ ഫോളോ ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. മിസ്റ്റർ അലൻ, നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറോടാണെന്നുള്ള കാര്യം മറക്കരുത്. ബെന്നിയുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അലൻ വാച്ച് ഉപയോഗിക്കാറില്ലേ? ജോൺ, അതൊന്ന് കാണിക്കേ. ഇത് അലന്റെ വാച്ചല്ലേ? പറയണം മിസ്റ്റർ, ബെന്നിയുടെ ബോഡി കിടന്നിടത്ത് നിന്ന് കിട്ടിയതായത്. ഇതിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ?
ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പറഞ്ഞല്ലോ അല്ലേ, എല്ലാ പഴുതുകളും അടച്ചാണ് നമ്മുടെ ഈ സംഭാഷണം തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളൊന്നും ഇവിടെ ചെലവാകില്ല. സോ പ്ലീസ് ഓപ്പൺ അപ്പ്. സത്യം മാത്രമേ പറയാവൂ. കമോൺ, സ്പീക്ക് ഔട്ട്. ഞാൻ മാത്രമാണ് എല്ലാത്തിനും ഉത്തരവാദി. അലൻ, ഞാൻ പറയാം, നടന്നത് എന്താണെന്ന് ഞാൻ പറയാം.